മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം സംബന്ധിച്ചുള്ള തീരുമാനം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും. പുനരധിവാസ പാക്കേജിന്റെ കരട് ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ചു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. പ്രശാന്ത്, ഇന്നിപ്പോൾ നടന്നിട്ടുള്ള മന്ത്രിസഭാ യോഗം ഉണ്ടായിരുന്നു. അതിലിപ്പോൾ എങ്ങനെയാണ് തീരുമാനം ഉണ്ടാകുന്നത്? അടുത്ത മന്ത്രിസഭാ യോഗം എപ്പോഴാണ് ചേരുക? ഈ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്താണ് തീരുമാനം? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായി 4 മാസം കഴിയുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്ത് പുനരധിവാസത്തിന് വേണ്ടത്ര വേഗതയില്ല എന്ന വിമർശനം ശക്തമായ സാഹചര്യത്തിലാണ് അടിയന്തരമായി ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗം ചേർന്നത്. ഇന്ന് സ്പെഷ്യൽ ക്യാബിനറ്റാണ് ചേർന്നത്. അതായത് സർക്കാർ വേഗത്തിൽ കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു എന്ന ഒരു സന്ദേശം നൽകുക എന്നത് തന്നെയായിരുന്നു പ്രധാനം. ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഏകദേശം 1.5 മണിക്കൂറോളം മന്ത്രിസഭാ യോഗം നീണ്ടു. മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കരട് പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു. ഇതിൽ പ്രധാനമായും സ്ഥലമേറ്റെടുക്കൽ വേഗത്തിലാക്കുക എന്ന തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഈ കരട് പദ്ധതി വിശദമായി തന്നെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തു. പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ക്യാബിനറ്റിലാകും ഈ വയനാട് പുനരധിവാസ പാക്കേജ് പദ്ധതി സംബന്ധിച്ച ഒരു മന്ത്രിസഭാ തീരുമാനം ഉണ്ടാകുക. പ്രധാനമായും ഒരുപാട് സംഘടനകൾ ഇപ്പോൾ തന്നെ സർക്കാരിനെ പുനരധിവാസത്തിൽ സഹായിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത്തരം സംഘടനകളുമായി തന്നെ 140-ലധികം സംഘടനകളുണ്ട്. ഇവരുമായി മുഖ്യമന്ത്രി തന്നെ ആശയവിനിമയം നടത്തും. ഏത് രീതിയിലാണ് അവർ വയനാട് പുനരധിവാസത്തിൽ സഹായിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ കിഫ്ബി ഒരു പുനരധിവാസ വീട് നിർമ്മാണം അടക്കമുള്ള പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. അതായത് 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായും വന്നത്. ആർക്കൊക്കെ ആകണം വയനാട് പുനരധിവാസത്തിൻ്റെ ചുമതല നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അടുത്ത മന്ത്രിസഭാ യോഗത്തിലായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചീഫ് സെക്രട്ടറി അവതരിപ്പിച്ച കരടിന്മേലുള്ള ചർച്ചയാണ് നടന്നിട്ടുള്ളത്. അതിൽ അന്തിമ തീരുമാനം അടുത്ത ക്യാബിനറ്റിൽ തന്നെയാകും ഉണ്ടാകുക. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.